ഇപ്പം നമ്മൾ ഒരു മെമ്പർ വിജയിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ആടില്ല എല്ലാ വാർഡിന് വേണ്ടിയിട്ടാവണം വികസനം നടത്തേണ്ടതെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആണ് സംഭവം. അല്ലാണ്ട് അവർക്ക് വേണ്ടി മാത്രമോ അല്ല ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമോ ചെയ്യരുത്. അതെല്ലാവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്ക് അതിൽ പൊളിറ്റിക്സ് നോക്കരുത്. അന്നേരം ജയിപ്പിക്കുന്നത് നോക്കണ്ട. അത് ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ജയിപ്പിക്കും. അല്ലെങ്കിൽ ഒരു പാർട്ടി പല പാർട്ടികളുണ്ട്, അവരിൽ അതിലൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കാണാതെ അവരെ എല്ലാ സഹായ സഹകരണവും ചെയ്യണമെന്നാണ് എനിക്ക് എൻ്റെ എളിയ അഭ്യർത്ഥന പറയാനുള്ളത്. അത് ഞാൻ ഷൂട്ടിംഗ് ആയിരുന്നു, ഇന്നലെ വരെ ഷൂട്ടിംഗ് ആയിരുന്നു. ഒരു വലിയ സിനിമ ചെയ്യുന്നുണ്ട്, പിന്നെ ചാനലിലെ പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ഷനല്ലേ, ലോകത്ത് എവിടെ ഉണ്ടെങ്കിൽ ഓടി വരും. അത് നമുക്കിതാ എപ്പോൾ ചെയ്യാൻ പറ്റും, കൊല്ലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലോ അത്. എടുക്കല്ലേ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഒന്ന് വരാം എന്ന് പറയാൻ പറ്റില്ലോ. അപ്പം ഇലക്ഷന് വേണം, നമ്മളെ അവകാശമാണ്. അവകാശം ചെയ്യാൻ വന്നത് അത് ഭയങ്കര സന്തോഷമാണ് ഈ ദിവസം. അതായത് നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ നല്ലത് ചെയ്തവർക്കാണോ ഇത്തവണത്തെ വോട്ട്? തീർച്ചയായും. അതെ കറക്റ്റാ. അത് അങ്ങനെ ഞാൻ കൊടുത്തത്. എനിക്ക് തോന്നുമല്ലോ വികസനം, തീർച്ചയായും വികസനമുണ്ട്. വികസനത്തിൻ്റെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ വികസനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വോട്ട് കൊടുത്തത്. പോരെ സാറേ, നിലവിൽ നല്ല കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളായിട്ട് തന്നെയാണ് പോകുന്നത്. ഒരു ബുദ്ധിമുട്ടുമില്ല ജനങ്ങൾക്ക് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ജീവിക്കാൻ വേണ്ടി നല്ല ചുറ്റുപാടുകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, ജോലികൾ എല്ലാം ഉണ്ട്. ഒന്നും മോശമൊന്നുമില്ല. എല്ലാ രീതിയിലും ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടും ദാരിദ്ര്യം കഷ്ടപ്പാടൊന്നും ഇല്ല. നമ്മൾ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കണ്ട, ഒരു വിഷയമില്ല, അങ്ങനൊന്നും ഇല്ല. വളരെ അപൂർവം സംഭവിക്കുന്ന അത് ശരിയായി വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പഴയ പോലെ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ശബരിമല ഞാൻ അയ്യപ്പനെ കാണാൻ പോകുന്നല്ലേ, അത് ഇടക്കിടക്ക് പോവും. അയ്യപ്പനെ കണ്ടു, അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങളെ പോലെ ചാനൽ അറിവ് വന്നു, അതും സന്തോഷം. അവരെൻ്റെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. അവർ ചോദിച്ചു എന്നോട് ആടെ എന്താ ബുദ്ധിമുട്ടുണ്ടോയെന്ന്. ചില ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സാധാരണ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലാണ് പോകുന്നത്. നമ്മൾ വീരഭദ്ര ക്ഷേത്രത്തിലോ അല്ല മുച്ചിലോട്ടോ അല്ല ആടപ്പുറത്തെ പെരുദേവതര അമ്പലത്തിലോ അല്ല പോകുന്നത്. ആടെ പോയിട്ട് 10 രൂപ എണ്ണത്തിൻ്റെ ഇടക്ക് പോയിട്ട് അപ്പുറത്തെല്ലാം ഇപ്പുറത്തെല്ലാം വരാം. ആടെ മൂപ്പറടുത്ത് പറ്റൂല. അതിന് 18 പടിയുണ്ട്. കയറണം, കാട്ടിലേ വരണം, കാനന പാത താണ്ടണം, ഒരുപാട് പണിയുണ്ട്.